നമസ്കാരം. ഇന്ന് നമ്മളുടെ വിയറ്റ്നാം എയർലി പ്ലാവുകൾക്ക് ചെറിയ ബഡ് പ്ലാവ് എല്ലാത്തിനും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാൻ പോവാണ്. അത് നമുക്ക് ഏതെങ്കിലും കോപ്പർ ഓക്സിക്ലോറൈഡ്, അതായത് കോപ്പർ കലർന്ന കുമിൾനാശിനി അടിക്കാം, അല്ലെങ്കിൽ സാഫ് പോലത്തെ സിസ്റ്റമിക് ആയിട്ടുള്ള ഏതെങ്കിലും ഫംഗിസൈഡും കൂടി അടിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും അടിക്കാം. അത് നിങ്ങൾക്ക് രണ്ടും അത്യാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിന് ഒരു പ്രാവശ്യം അടിച്ചിരുന്നതാണ്. നമ്മളുടെ ഈ കഴിഞ്ഞ മഴയത്ത് കംപ്ലീറ്റ് ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇത് കാണാമല്ലോ നിങ്ങൾക്ക്. ഇലകളൊക്കെ കൊഴിഞ്ഞ് ഉണങ്ങാൻ കണക്കിന് വന്നതാണ്. അതിനുശേഷം നമ്മൾ ഫംഗിസൈഡൊക്കെ അടിച്ച് ഇപ്പോൾ നല്ല ഇലകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒക്ടോബർ ആവാൻ പോകുന്നു. പതുക്കെ ചെറിയ നാമ്പുകൾ, അതായത് ചക്ക ചെറിയ നാമ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഇപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകണം. കാരണം ഇതിന് ഇനി ഒരു ഫംഗൽ ബാധ കൂടി വന്നു കഴിഞ്ഞാൽ ഇത് താങ്ങാൻ സാധ്യതയില്ല. കൂടുതലും ഈ വിയറ്റ്നാം എയർലി അങ്ങനെ ബഡിന്റെ ഒരുവിധം മിക്ക പ്ലാവുകൾക്കും ഈ അസുഖം വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഈ വെള്ളം കെട്ടാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ വെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ അതിനുശേഷം മണ്ണൊക്കെ ഇട്ട് ഹൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഫംഗിസൈഡും കൂടി അടിച്ചു കൊടുക്കുകയാണ്. ചെറിയ ബഡ് പ്ലാവിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ശരിക്കും നല്ല പരിചരണം കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ പുതിയ തൈ നട്ടാണ്, ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ഇതിന്മേയും ചെറിയ ചക്കകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ നിർത്തരുത്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഒരു അത്യാവശ്യം പ്ലാവ് നന്നായിട്ട് വലുതായതിനു ശേഷം നമുക്ക് ചക്കയൊക്കെ നിർത്താം. അത് ഇവിടെ കാണാം. നമുക്ക് ചെറിയ നാമ്പ് പൊടി പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ J33 നട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം. നമുക്ക് നമ്മൾ J33 നട്ടിരിക്കുന്നതാണ്. നന്നായിട്ട് ഇപ്പോൾ നല്ല തളിരൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 1 മാസമായിട്ടുള്ളൂ നട്ടിട്ട്. അതുപോലെ ഇവിടെ J33 ഒരു തൈ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒരു 5-6 വർഷം എടുക്കും ഇത് ചക്ക ഉണ്ടാകും. പക്ഷെ നല്ല വലിയ ചക്കയും നല്ല ടേസ്റ്റുള്ള ചക്കയാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. സിന്ദൂർ കാണിച്ചു തരാം. സിന്ദൂർ വരിക്ക നമ്മളുടെ സിന്ദൂർ ചാക്കാണ്. ഇതും വലിപ്പം വെച്ചത് നല്ല തളിരയിലേക്ക് ഇട്ട് നല്ല അത്യാവശ്യം കുണ്ടുന്നേക്കായും വലുതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു 5-6 വർഷത്തിന് മുകളിൽ കഴിഞ്ഞാലാണ് ചക്കയൊക്കെ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ഒരു 40 അടി അകലത്തിലെങ്കിലും വെക്കണം. എന്നാലും നല്ല രീതിയിൽ വളരാനുള്ള സ്പേസ് വേണം. ഇവിടേക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ നമ്മുടെ ഒരു കുളം കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുളത്തിൻ്റെക്ക് വളർന്നോട്ടെ എന്ന് വെച്ച് ഈ സൈഡിൽ വെച്ചേക്കാണ്. അങ്ങോട്ടും വളരാൻ സ്ഥലമുണ്ട്, ഈ സൈഡിലേക്കൊക്കെ വളരാൻ സ്ഥലം കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ട്, എന്നാലും പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ സ്പേസ് നോക്കിയിട്ട് വെക്കണം. വിയറ്റ്നാം എയർലിക്ക് ഒരു 10-15 അടി ഗ്യാപ്പിൽ മരങ്ങളുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വിയറ്റ്നാം എയർലി ചെറിയ മരമായിട്ടല്ലേ വളരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് മരുന്നും കൂടി അടിച്ചു കൊടുക്കാം. എടുത്തിരിക്കുന്നത് 2 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 125 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 200 ഗ്രാം 250 ഗ്രാം 125 ലിറ്റർ 2 ഗ്രാം വെച്ച് കഴിയുമ്പോൾ 250 ഗ്രാം സാഫിൻ്റെ ഒരു പാക്കറ്റാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പശ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പച്ച കളറാണ്. നമ്മൾ മാസ്കൊക്കെ ഇടുക. അതുപോലെ കയ്യിലൊക്കെ ആവാത്ത രീതിയിൽ ഗ്ലൗസും ഇടുന്നത് നല്ലതാണ്. നമ്മൾ പശ നമുക്കൊരു 1 ലിറ്ററിലേക്ക് 1/2 ml വെച്ചാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം നമ്മൾ മരുന്നെടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ഈ മഴയുള്ള കാരണമാണ് നമ്മൾ ശരിക്കും ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 ml പശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശയുടെ കുറവ് വേണ്ട. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം.